ഹായ് ചങ്ങായിമാരെ, 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ കരച്ചിലേക്ക് എന്താ മോനെ രസം. വേടെന്ന പേര് കേട്ട മോനെ സംഘികൾ കുരുപൊട്ടി ഒരേ വരുത്താന്ന് ഇരുന്ന് തെറി വിളിക്കലാന്ന്. ഏത് സംഘികൾ എന്നറിയാം? സവർണ സംഘികൾ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായ മട്ട, സംഘികളെ നേതാക്കന്മാർക്ക്, അണികൾക്കല്ല നേതാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിക്കാൻ തുടങ്ങിയെന്ന്. കാരണം സവർണരല്ലാത്ത സംഘിയൊക്കെ സംഭവം ഓടി. ഇവര് വെറും ജാതിക്കളിയാണ്. വേടനെതിരെ ഇവർക്ക് വിഷയം വേടൻ ദളിതനായതുകൊണ്ട് സവർണക്കെതിരെ പാട്ട് പാടുന്നത് കൊണ്ട് മാത്രമാണ് ഈ സംഘികൾക്ക് ഈ വേടനോട് കുരുപൊട്ടുന്ന അവർക്ക് മനസ്സിലായി. അപ്പൊ സവർണരല്ലാത്ത സംഘികൾക്ക് ലേശം തലയിൽ ബുദ്ധി വരാൻ തുടങ്ങി. മെല്ലെ ഇവരെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. അതുകൊണ്ട് സംഘി നേതാക്കന്മാർ വേടനെതിരെ ഇപ്പൊ അധികം പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. വിവരമില്ലാതെ ചാണക സവർണ അണികൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് സംഭവം മനസ്സിലായില്ല, ഇവരെ കൈമന്ന് പോകാൻ തുടങ്ങി എന്നുള്ളത്. ഇന്നലെ 24 ന്യൂസിൽ ആശ്മീനിയ നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു വേടനെ പറ്റിയിട്ട്. അതിൽ നമ്മളെ ഷാബു പ്രസാദ് ഉണ്ട്, സംഘികളുടെ ഒരു ശവപ്രസാദ്. ശവം എന്ന് പറഞ്ഞ് ഇവനെ പോലത്തെ ഒരു തീട്ട ശവം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ തുണി പൊക്കുക, തെറി വിളിക്കുക, അമ്മാതിരി ഒരു വിഷ സാധനം. വിഷകലേന്റെ ഏട്ടനായിട്ട് വരും ഈ ശവപ്രസാദ്. മൂപ്പർ നമ്മളെ രാജു പി നായരോടൊന്ന് മുട്ടി നോക്കി. രാജു പി നായർ 8ന്റെ പണി കൊടുത്ത്. എനിക്ക് രാജു പി നായർ ഈ നായരെന്ന് പേരിന്റെ കൂടെ കൂട്ടിയോണ്ട് ഇടയ്ക്ക് എനിക്ക് ഒരു വിമ്മിഷ്ടുണ്ടായിരുന്നു മൂപ്പറോട്. പക്ഷെ മൂപ്പർ ഇന്നത്തെ ചർച്ച കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പേരിന്റെ കൂടെ വാലുപോലെ ജാതി പേര് കൂട്ടിയത് കൊണ്ട് ഒരാൾ ജാതി വർഗീയവാദി ആകുന്നില്ല. അങ്ങനെ കൂട്ടാത്തവർ ഒരുപാട് ആൾക്കാർ ജാതി വർഗീയവാദികളുണ്ട്. പേരിന്റെ കൂടെ ജാതി പേരില്ല, പക്ഷെ അവർ ജാതി വർഗീയവാദികളാണ്. കൂട്ടി എല്ലാവരും വർഗീയവാദികളല്ല, പക്ഷെ സംഘികൾ ഈ പേരിന്റെ കൂടെ ജാതി കൂട്ടുന്നവരുണ്ട്. ജാതി വർഗീയവാദികൾ, സവർണ വർഗീയവാദികൾ. നമുക്ക് ഇന്നലത്തെ ആ ചർച്ചയിലേക്ക് കടക്കാം. ശവപ്രസാദിന്റെ ശവം എടുക്കേണ്ടി വരുന്നില്ല. ജാതിപ്പേരും തൂക്കിയിട്ടോണ്ട് അതിന്റെ അകത്ത് ആ ഐഡന്റിറ്റിയിൽ അഭിമാനിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ജാതിക്കെതിരെ സംസാരിക്കുന്നതിനേക്കാൾ വലിയ കോമാളിത്തരം വേറൊന്നുമില്ല. അത് രാജീവ് പി നായർക്കുള്ള ഒളിയമ്പാണെന്ന് തോന്നുന്നു. പോട്ടെ, അത് രാജീവ് പി നായർക്കുള്ള ഒളിയമ്പാണെന്ന് തോന്നുന്നു. പോട്ടെ, രാജീവ് പി നായർ അതിന് മറുപടി പറഞ്ഞോളൂ. ആഷ്മി, എനിക്ക് സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നതാണ്. ഇപ്പൊ എന്റെ പേരെടുത്ത്, എന്റെ പേര് ഞാൻ ഇന്ന ആളാണെന്നുള്ള ഒരു പേര് പറയുന്നത് മാത്രം. എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രീയമാണ്. പേരെന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് നായരുടെ വെട്ടിക്കളഞ്ഞ് നായ ആക്കണം എന്നാണല്ലോ. ഞാനൊരു നായയെ എന്റെ മകനെ പോലെ വീട്ടിൽ വളർത്തുന്നതാണ്. അതുകൊണ്ട് എന്നെ നായ എന്ന് വിളിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എന്നിൽ അവനെയും ഞാൻ കാണുന്നൊരുത്തനാണ്. എനിക്ക് കാണാൻ പറ്റാത്തത് സംഘപരിവാറിനകത്ത് എന്നെയും എന്നിൽ സംഘപരിവാറിനെയാണ് കാണാൻ പറ്റാത്തത്. അതാണ് എന്റെ രാഷ്ട്രീയ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ നായ എന്ന് വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. സംഘപരിവാറുകാരൻ ഹിന്ദുത്വ തീവ്രവാദി തന്നെ വിളിച്ചാൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതാണ് എന്റെ രാഷ്ട്രീയം. അത് ഷാവു പ്രസാദ് ആദ്യം മനസ്സിലാക്കി. ഷാവു പ്രസാദിന്റെ അണ്ണാക്ക് കൊടുത്ത് ഇനി ഒരു മാസത്തേക്ക് ശവപ്രസാദിന ഒരു ചർച്ചയിൽ കാണാൻ കഴിയില്ല. അമ്മാതിരി കിട്ടലായിപ്പോയി. ഞാൻ അടക്കമുള്ള ആൾക്കാർ പറയാൻ വിചാരിച്ച കാര്യമാണ് രാജു പി നായർ പറഞ്ഞത്. കാരണം എന്നെ നിങ്ങൾ കമ്മിന്ന് വിളിച്ചോ എനിക്ക് സന്തോഷം, കൊങ്ങിന്ന് വിളിച്ചോ എനിക്ക് സന്തോഷം, മൂരിലീഗെന്ന് വിളിച്ചോ എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എന്നെ സംഘി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഒരുപാട് സങ്കടം. ഇതുവരെ എന്നെ അങ്ങനെ വിളിച്ചില്ല, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ സംഘിയാക്കി കഴിഞ്ഞാൽ വേറെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, സംഘിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വല്ലാണ്ട് സങ്കടം. ഞാൻ കരഞ്ഞു പോകും കേട്ടാ. ദയവ് ചെയ്തിട്ട് അത് മാത്രം എന്നെ വിളിക്കാൻ പാടില്ല. അതാണ് ഏതൊരു മതേതരവാദിയും ആഗ്രഹിക്കുന്നത്. കാരണം എന്ത് വിളിച്ചാലും സംഘി എന്ന് പറഞ്ഞാൽ അത്രയും തരംതാന്നൊരു ടീമാണ്. വർഗീയത മാത്രം, സവർണ വർഗീയത കേട്ടാ. ഇവർക്ക് മുസ്ലിങ്ങളോട് മാത്രമൊന്നല്ല വിഷയം, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ദളിതർ. ഇവരുടെ സവർണ ഭരണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പല കളിയും കളിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്നലെ നമ്മളൊരു സുരണന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പ്രസംഗം ആദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിളിച്ചു നല്ല രസത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സുരണൻ ഒരു അധ്യാപകനെ പോലെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയി. ലാസ്റ്റോട്ടെത്തിയപ്പോൾ സുരണന്റെ മനസ്സിലുള്ള സാമാനങ്ങൾ വീണുപോയി. അത് സത്യം. സംഘികൾ എത്രയൊക്കെ പിടിച്ചു വെച്ചാലും ഇവരെ മനസ്സിലുള്ള കുരുട്ടുണ്ടല്ല, അത് അവസാനം വീഴും. നമുക്ക് ആ സുരണന്റെ അതിമഹത്തരമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കട്ടെ. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല സുരേഷ് ഏട്ടൻ. ലാസ്റ്റാണ് ആ വായിന്ന ചാണകങ്ങ് വീണുപോയി. നമുക്ക് കേൾക്കാല്. നമുക്ക് ഇലക്ഷനൊക്കെ ജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി. ഇലക്ഷന് നമുക്ക് നമ്മളെ ഒന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരും ജയിച്ചവരും ഒത്തുപിടിച്ച് മാത്രമേ ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിന്റെ പേരിലൊന്നും വേർതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും ചെളിവാരി എറിഞ്ഞുകൊണ്ട് തുടർന്നു പോയാൽ നമ്മുടെ ജനങ്ങൾക്കാണ് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ എടുത്തു പറയുന്നു, പ്രജകൾക്കാണ് നഷ്ടമേറ്റ് വാങ്ങേണ്ടി വരുന്നത്. പ്രജ അണ്ണൻ രാജാവാണ്, തമ്പുരാനാണല്ല അണ്ണൻ. നമ്മൾ പ്രജ.
എന്താ അവസ്ഥ ഞാൻ പറഞ്ഞില്ല, ഇവരെ വായിന്ന ഇവരെ മനസ്സിലുള്ള കുരുട്ട് പുറത്തു വരും. പിന്നെ ഫസ്റ്റ് പറഞ്ഞു കേട്ടില്ല രാഷ്ട്രീയം നോക്കാണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് രാഷ്ട്രീയം നോക്കി നടക്കുന്ന ഈ ടീമാന്ന് ഡയലോഗ് അടക്കുന്നത്. വയനാട്ടിലേക്ക് ₹1 കൊടുക്കാണ്ട് കൊടുത്തതെല്ലാം തിരിച്ച് പലിശ സഹിതം അടക്കണം. ആ ലെവലിൽ കളിച്ചിട്ട് ഇമ്മാര് വർത്താനം പറഞ്ഞ് നാടിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും മുടക്കുന്ന ടീമായി സംഘികള്. എന്നിട്ട് ഒരുമിച്ച് നിൽക്കണമെന്ന്. പ്രജ അത് നിങ്ങളെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി കേട്ടാ. നമ്മൾ പ്രജകളല്ല, നമ്മളാണ് രാജാക്കന്മാർ. ജനാധിപത്യത്തിൽ രാജാക്കന്മാർ ജനങ്ങളാണ് കേട്ടോ. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഈ സവർണ ചിന്താഗതി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണെന്നുള്ളൊരു ചിന്തയിലും വന്നിട്ട് ഇയാളെ മനസ്സിൽ ഇങ്ങനെ കുരുട് വന്നിട്ടുള്ളേ. ഇയാളെ താഴിലിരിക്കുന്ന ആളെ കാണുമ്പോൾ പ്രജ തോന്നുന്നുണ്ടാവും. അത് സംഖ്യകൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ രാജാവാന്നും അവർ പ്രജകളാണെന്നും ചാണക സംഖ്യക്ക് പോകുന്നു. മറ്റുള്ളവർ നിങ്ങൾ അതിൽ കൂട്ടല്ല കേട്ടാ. നിങ്ങൾ ആ കൂട്ടേ വേണ്ട. തൃശ്ശൂർകാർക്ക് ഇനിയെങ്കിലും ആ വിവരം വരട്ടെട്ടാ. നിങ്ങൾ ഇയാൾ പ്രജയായിട്ടാണ് കാണുന്നത്. വെറും പ്രജകൾ. ഇയാൾ രാജാവ്. ഇയാളിങ്ങനെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും. ഇയാളെ കാല് പിടിക്കുക, കൈനീട്ടം കൊടുക്കുമ്പോൾ ഇയാളിങ്ങനെ രാജാവിനെ പോലെ നടക്കുക. ഇനിയെങ്കിലും തൃശ്ശൂരുകാരെ അടുത്ത പ്രാവശ്യമൊക്കെ കെട്ടിവെച്ച കാശ് വരെ കൊടുക്കാണ്ട് പൊട്ടിച്ചു വിടുക കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല, വേടം വന്ന ശേഷം സംഘികളെ കുരുപൊട്ടി ഇവരെ കാലിന്റെ ഇടയിൽ മണ്ണ് ഒലിക്കാൻ തുടങ്ങി. സംഘിയൊക്കെ മനസ്സിലായി വേടനെ വെറുതെ ഞോണ്ടിന്ന്. സംഘികളെ അവന്റെ പാട്ടുണ്ടല്ലോ, അവന്റെ പാട്ട് തീയാണ്. ആ തീയിലുണ്ടല്ലോ നിങ്ങളെ സവർണത കരിഞ്ഞു പോകും. അതിന് നിങ്ങൾ തന്നെ വളം വെച്ച് അവൻ ആ പാടി അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആ പാട്ടിലേക്ക് പെട്രോൾ വെച്ച് കത്തി ആ കത്തി നിങ്ങൾ വലിച്ച് വേടം കത്തിക്കരിഞ്ഞു പോകുന്ന സംഖ്യകളെ നിങ്ങളുടെ സവർണ ചിന്താഗതിയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്നില്ല പിടിച്ചടക്കിന്ന്. നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മൊയിലാണിയിലും കൊണ്ടെത്തിട്ട് പിടിച്ചടക്കിന്നല്ല വിചാരിക്കുന്നത്. നോക്കിക്കോ, നിങ്ങൾക്കുണ്ടല്ല നിങ്ങൾ തൂറി കേരളത്തിലോട്ട് ഓടും. നോക്കിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂറി ഓടും. അതിനുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ തന്നെ ചെയ്തു വെച്ച്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ സുലാൻ.